35 വർഷമായി. ഞാനൊരു 20-20 വയസ്സിൽ ഇവിടെ 84 SLC എഴുതിയാണ്ട് എത്തിയത്. അന്നൊക്കെ ലോഡ് കണ്ടമാനം പോയിരുന്നല്ലേ അത്ര കൊല്ലം മുമ്പൊക്കെ. കോഴിക്കോട് പിന്നെ പല സ്ഥലത്തേക്കും ഇവിടുന്ന് ആ ലോഡ് കയറ്റി പോയിരുന്നു. ചില ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും. ഈ പൊതുവെ ബുധനാഴ്ച പഴയ കാലത്ത് ചന്തയിലൊരു കാലമായിരുന്നു, അന്ന് നല്ല തിരക്കിലൊരു കാലമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ബുധനാഴ്ച വളരെ കുറവാണ് കച്ചവടം. പൊതുവെ നാട്ടിലുള്ള എല്ലാ കൃഷികളും നശിച്ചു പോകണ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പന്നിശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് നാടൻ സാധനങ്ങളൊന്നും ഇറങ്ങണില്ല. വേണ്ട മതി വിപണിയിൽ നാടൻ സാധനങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. കർഷകർ അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോയി. ഒന്നാമത് മാർക്കറ്റ് എല്ലായിടത്തും എല്ലാ റോഡ് സൈഡിലും മാർക്കറ്റുകളായില്ലേ. ഇവിടെ മഞ്ചേരിനെ സംബന്ധിച്ചിടത്തോളം എവിടെയും കച്ചവടം ചെയ്യാം, ആർക്കും എവിടെയും കച്ചവടം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെയാണ്. ഗ്യാസ് കിട്ടുന്നത് ഞങ്ങളൊക്കെ പട്ടിണിയാണ്. ഗ്യാസ് ഇല്ലാത്ത സാഹചര്യം ഇന്നിപ്പോൾ ഹോട്ടലുകളിൽ പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു. ഭക്ഷണത്തിനൊക്കെ റേറ്റ് കൂടി, മീൻ എല്ലാ സാധനത്തിനും ഇപ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. തുറന്ന ഹോട്ടലിനും ഭക്ഷണം ശരിക്കില്ല. ചോറില്ല ചില ഹോട്ടലിൽ, ചില ഹോട്ടലിൽ പൊറാട്ട ഇല്ല. അവിടെ ഒരു ചായക്കട കൂട്ടിയിരുന്നു, അപ്പുറത്ത് ഒരു ചായക്കട ഒക്കെ കൂട്ടിയിരുന്നു. ബുദ്ധിമുട്ട് തന്നെയാണ് ഭക്ഷണത്തിനൊക്കെ. ഇപ്പോൾ ചോറിനൊക്കെ 50 റുപ്യ 45 റുപ്യൊക്കെ ഇപ്പോൾ 60-70 ഒക്കെ ചാടി. എന്നാലും വെക്കൂല, കാരണം വെച്ചാൽ ഗ്യാസ് അതിലേറെ റേറ്റ് കൂടിപ്പോയി. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. മഞ്ചേരി മുതൽ നിലമ്പൂർ വരെ എടുത്താൽ തന്നെ ഇപ്പം നമ്മളെ കാരക്കുന്ന് 34 ക്ലൗഡ് കിച്ചണിലാണ് ഇപ്പം എല്ലാ ഫെസിലിറ്റി ഇപ്പം നിലവിൽ ഉള്ളതും ഓടിക്കൊണ്ടിരിക്കുന്നതും. എന്നാൽ റേറ്റ് ഒക്കെ കൂട്ടിയിട്ടില്ല. ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് എടുക്കാം. ഞാൻ പൊറോട്ട കൂടിക്കും കൊണ്ടൊരു പൊറോട്ട തിന്നും ചെയ്യും. ജോലിക്കാർക്ക് ഉച്ചക്ക് വന്ന സമയത്തായി കഴിഞ്ഞാലും രാവിലെ ആയി വന്നാലും എല്ലാ ഭക്ഷണങ്ങളും ഇപ്പോൾ നിലവിൽ ഒരു ഭക്ഷണത്തിന് കുറവ് വരുത്താതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലൗഡ് കിച്ചണ്. പൈസ ഉണ്ടോ അല്ലേ എന്നോട് ചോദിക്കലില്ല. ഭക്ഷണം നമുക്ക് കഴിക്കാം, അവിടെ പോരും ചെയ്യാം. പൈസ എന്നോട് ചോദിക്കലില്ല, ഞാൻ പിന്നെ പൈസ കൊടുക്കലാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലൗഡ് കിച്ചൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പകുതിയിലധികം ലാഭവീതം അവർ ചാരിറ്റിക്കാണ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ല, ബിസിനസ് പരമായിട്ട് നിങ്ങൾ ഒരിക്കലും അത് മുന്നോട്ട് പോട്ടെ വിചാരിച്ചാൽ ലാഭത്തിന് മാത്രം കൊതിച്ചുണ്ടാക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അവിടെയാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. അവിടെയാണ് ഒരു തരത്തിലും ഒരു കള്ളത്തരം നടക്കാതെ നല്ല രൂപത്തിലുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലം അതാണ്.